ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഇത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ലെവൽ 1 വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം മാത്രം പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും ബേസിക് ആയിട്ടുള്ള എല്ലാം നന്നായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആവുകയും ചെയ്യും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാ മക്കളെ? വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് എ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ എ പിക്ചർ ബിലോ? ഒരു സർക്കിളിനകത്ത് നമ്മളൊരു ആർക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ മുതൽ ബി വരെ നമ്മളൊരു പേര് കൊടുത്തുന്നുള്ളൂ കേട്ടോ. ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ നമ്മൾ ഒരു ആർക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആർക്കിനെ ബേസ് ചെയ്ത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഏതാണ് ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ എത്ര പാർട്ടാണ് ഈ ആർക്ക്, ഈ വൃത്തത്തിന്റെ എത്ര പാർട്ടാണ് ഈ ചാപം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിനകത്ത് എ മുതൽ ബി വരെ ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അതിന് നമ്മൾ സപ്പോസ് എൽ എന്ന് കൊടുത്തു. ഇനി ഈ സർക്കിളിന്റെ ഈ കോഡ് എ എന്ന് പറഞ്ഞ പോയിന്റും പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള രണ്ട് കോഡുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ആംഗിളാണ് നമുക്ക് 40 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ആംഗിൾ ആവും അല്ലേ? അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആർക്ക് കണ്ടുപിടിക്കാനായിട്ട് പാടൊന്നുമില്ലല്ലോ. കാരണം എന്താ, നമ്മൾ ഇക്വേഷൻ പഠിച്ചേക്കണേ സെൻട്രൽ ആംഗിൾ എന്ന് പറയണത് സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഇൻറ്റു ഈ പാർട്ടാണ്. അതെങ്ങനെയാണ് നമ്മൾ അങ്ങനെ വരണത് നോക്കുക. അതായത് ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ ഒരു 50 മീറ്റർ നീളമുള്ളൊരു വയറാന്ന് വെച്ചോ. ഈ വയർ നമ്മൾ വളച്ച് ഒരു സർക്കിളാക്കി. അങ്ങനെ സർക്കിളാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നുള്ളൊരു പോർഷൻ ഈ സർക്കിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സർക്കിളിന്റെ ഈ ഒരു പോർഷൻ എത്ര ഭാഗമാണ്? 50 മീറ്റർ നീളമുള്ളൊരു വയർ, അതാണ് നമ്മൾ ചുറ്റിക്കെട്ടി എന്താക്കിയേക്കണം, ഒരു വയറാക്കി, ഒരു സർക്കിളാക്കിയേക്കണം. അപ്പം നോക്കി, ആ 50 മീറ്റർ നീളമുള്ളതിന് ഇത്രയും പോർഷൻ നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻ ഈ 50 മീറ്ററിൽ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 50 മീറ്റർ. എത്രയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണത്? ഇപ്പം എത്ര പോർഷനാണോ അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് കിട്ടും അല്ലേ? അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിളും ഇത് മൊത്തത്തിലുള്ള മെഷർമെന്റ് എത്രയാ? 360 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ആ 360യെ എത്രയാണ് ഇൻറ്റു പാർട്ട് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആവുന്ന പഠിച്ചേക്കണേ? സെൻട്രൽ ആംഗിളിനോട് ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഏത് കണ്ടുപിടിക്കണം? ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ പാർട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സെൻട്രൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു സർക്കിൾ നമുക്ക് ഇവിടെ വരച്ചു. ഈ കോഡ് ജോയിൻ ചെയ്ത ഒരു പോയിന്റ് നമുക്ക് ഇവിടെ തന്നു. ഇതെന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഈ കോഡ് എയും ബിയും ആണ് ആ പോയിന്റെങ്കിൽ ആ കോഡുകൾ, ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരുന്ന സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യാം. അതേസമയം ഇവിടെ നോക്കാം, ഒരേ പോയിന്റിൽ നിന്നാണ് നമുക്ക് ഈ രണ്ട് കോഡുകളും പോയേക്കണത്. അതേ പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് വരയ്ക്കുന്ന ഇത് രണ്ടും റേഡിയസ് 6 ആണെങ്കിൽ ഇത് രണ്ടും കണക്ട് ചെയ്തുള്ള റിലേഷൻ എന്താ? ഈ ആംഗിൾ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും ഏത്? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആംഗിൾ. പഠിച്ചേക്കണ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ ആണ്, ഇവിടെ നിന്ന് നമ്മൾ ആംഗിൾ തന്നിട്ട് ഇവിടെ നമ്മൾ 30 ഡിഗ്രി ആണെന്ന് വെച്ചോ. അപ്പൊ ഇത് സെൻട്രൽ അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇത് എത്രയാണോ അതിന്റെ ഡബിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും ഈ ഒരു ആംഗിൾ വരുന്നത്. ദെൻ അനദർ എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമ്മളൊരു സെന്റർ വരച്ചു, ഇവിടെ നിന്ന് നമ്മൾ നേരെ ഒരു ആംഗിൾ വരച്ചു, ഇവിടെ നമ്മളൊരു 20 ഡിഗ്രി തരുമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? ഈ 20യുടെ ഇരട്ടി 40 ഡിഗ്രി ആയിരിക്കും നമുക്ക് ആംഗിൾ വരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ആംഗിൾ 40 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന്റെ ഇരട്ടി ഡബിള് 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നേരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഈ ആർക്കിന്റെ, ഈ സർക്കിളിന്റെ എത്ര ഭാഗമാണ്, ഈ സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഈ എ ബി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ, അതായത് ഈ ആർക്ക് എന്നുള്ളതിന്റെ ആൻസർ ആവും. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്നാ മക്കളെ? സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഇൻറ്റു പാർട്ട് വരും. ആ ഒരു പാർട്ട്, ആ ഫ്രാക്ഷൻ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 360 ഇൻറ്റു ആ പാർട്ടിനെ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്ര കിട്ടിയാണ്? 80 അല്ലേ? അപ്പൊ നമ്മുടെ എൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 360 വരും. കാരണം ഈ നമ്മൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ അവിടെ നിർത്തണം. അപ്പൊ ഇത് നേരെ ഇതിന്റെ താഴേക്ക് പോകും. അപ്പൊ 80 ഡിവൈഡഡ് ബൈ 360 വരും. അപ്പൊ ഈ 0യും 0യും വെട്ടിപ്പോവും.
അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് 4 × 2 എന്ന് എഴുതാം. 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 4 എന്ന് എഴുതാൻ പാടില്ലേ? അപ്പോൾ ഈ 4ഉം 4ഉം വെട്ടിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് വരും? 2/9 വരും. അപ്പോൾ ശരിക്കും ഇതെന്താണ്? ഈ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആർക്ക് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ 2/9 പാർട്ടായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെയുള്ള 2 എക്സാമ്പിളോടെ ചെയ്ത് നോക്കാം. ഇതേ മോഡൽ നമുക്കൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ എത്രയും മക്കളെ തന്നേക്കണം? 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ലെന്ത്, ഇതിന് പേര് കൊടുക്കാം AB എന്ന് പറയണം. ആർക്ക് ലെന്ത് ഈ സർക്കിളിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് ഈ ചാപം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ റൂൾ അനുസരിച്ച് എന്താണ്? ഈ ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇത് സെൻറ്റർ ആണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ ഒന്ന് കൊടുക്കാം. അപ്പം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 2 ഈക്വൽ റേഡിയസ് വരച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സെൻട്രൽ ആംഗിൾ കിട്ടും. ഈ ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 30 × 2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇവിടെ എത്രയാണോ ആംഗിൾ വരുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും നമുക്ക് ഈ ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിൾ വരുന്നത്. ഒരു ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു സർക്കിൾ വരച്ചു, ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നിന്ന് ഒരു പോയിന്റ് ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും ഇത് ഈ ഒരു ആംഗിൾ ഈ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്ന 2x എന്ന് പറയുന്നത് അല്ലേ? ഇനിയിപ്പം നമ്മൾ നോക്കുക, വേറൊരു സർക്കിൾ നമ്മൾ ഇവിടെ വരച്ചു, ഇവിടെ നിന്നാണ് വരയ്ക്കുന്നത്, ഇത് O ആണ്. ഇപ്പം ഇവിടെ നിന്ന് ഈ പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് വരയ്ക്കണമെന്ന് വെച്ചോ, ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇവിടെ വരച്ചാലും ഈ ആംഗിളും നിന്നാണ് അത് എവിടെ ഇരിക്കുന്നു എന്ന് പ്രശ്നമല്ല. അപ്പം ഈ 2 പോയിന്റ് സെയിം പോയിന്റിൽ നിന്ന് തന്നെയാണ് ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആർക്ക് എന്ന് പറയുന്നത്. അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എപ്പോഴും ഇത് 2x ആയിരിക്കും. നേരെ തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല, എവിടെ വേണമെങ്കിലും വരാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു, നേരെ ഇങ്ങനെ വരച്ചു, ഇവിടെയും എക്സ് തന്നെയായിരിക്കും, അതിൻ്റെ ഡബിൾ തന്നെയായിരിക്കും ഈ 2x വരുന്നത്. അപ്പം ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? അതിൻ്റെ ഡബിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് എല്ലാം ഇക്വേഷനകത്ത് കണ്ടുപിടിക്കേണ്ട സാധനമായി അല്ലേ? അപ്പം നമ്മുടെ ഇക്വേഷൻ എന്നാ? സെൻട്രൽ ആംഗിളിന് വേണമെങ്കിൽ നമുക്ക് CA എന്ന് കൊടുക്കാം കേട്ടോ. സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 360 × ഈ പാർട്ട് എന്ന് വരും. അപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ ഇവിടെ എത്ര കിട്ടിയാണ്? 60 ഡിഗ്രി അല്ലേ? അപ്പോൾ 60 ഡിഗ്രി ഈക്വൽ ടു 360 × ഈ പാർട്ടിന് നമ്മൾ L എന്ന് കൊടുക്കാം. എപ്പോഴും പാട്ടെന്ന് എഴുതണ്ട, അതിന് നമ്മൾ L എന്ന് കൊടുത്തു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു L ഈസ് ഈക്വൽ ടു എത്ര വരും? ഇത് നേരെ ഇതിൻ്റെ താഴേക്ക് പോകും. 60 ഡിവൈഡഡ് ബൈ 360 വരും. ഇത് 0യും 0യും വെട്ടിപ്പോയി. 6 36 1/6. അപ്പം ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/6 പാർട്ടായിരിക്കും. ഈ സർക്കിളും കൊണ്ട് 50 മീറ്റർ നീളമുള്ള ഒരു വയർ കൊണ്ട് നമ്മൾ ചുറ്റിക്കെട്ടി ഒരു സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി വരുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അപ്പം ഈ ആർക്ക് എത്ര പാർട്ടായിരിക്കും ഈ സർക്കിളിൻ്റെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 പാർട്ടായിരിക്കും. സെയിം മോഡൽ നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. ഒരു സർക്കിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ആംഗിൾ, ഇങ്ങനെയാണ് ഒരു ആംഗിൾ പോകുന്നത്. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി വരുന്നുണ്ട്. അപ്പം ഇത് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ O എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ L എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഇവിടെ ഒരു ആംഗിൾ മെഷർമെൻറ്റ് 50 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ മാത്രമേ തരുന്നുള്ളൂ, ഇത് നമ്മൾ തനിയെ വരച്ച് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മേക്ക് ചെയ്യുന്ന ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ പോലെ തന്നെ 100 വരും അല്ലേ? അപ്പം ഇത് 100 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 × പാർട്ട് എന്ന് വരും. ആ പാർട്ടിന് നമ്മൾ L എന്ന് കൊടുത്താൽ 360 × L എന്ന് വരും. അപ്പോൾ അവിടുത്തെ സെൻട്രൽ ആംഗിൾ ഇത് 50 ആണ്. ഇവിടെ എത്രയായിരിക്കും മക്കളെ? 100 ആണല്ലോ. അപ്പോൾ ഇവിടെ 100 കൊടുത്തു. ഇനി L എന്ന് പറഞ്ഞ് എന്ത് വരും? ഇത് നേരെ താഴേക്ക് പോകും. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 360 വരും. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകും. അപ്പോൾ 10 വരും. 10/36 വരും. ഇനി അതിന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 10നെ നമുക്ക് നേരെ പകുതി എടുക്കുകയാണെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 18 വരും. നമ്മുടെ ആൻസർ എത്രയാണ്? ഇപ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് 5/18 പാർട്ടാണെന്ന് വരും. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിലും കൂടെ ചോദിക്കാം. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഈ ഒരു ആംഗിൾ, ഇവിടെ സെൻട്രൽ ആംഗിൾ മാത്രമേ ഉള്ളൂ എന്ന് വയ്ക്കാം. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ നമുക്ക് 200 തന്നേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരുന്ന ഈ പാർട്ട് L AB എന്ന് പാർട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു രീതിയിലും കൂടെ ചോദിക്കാമെന്നുള്ളൊരു ഐഡിയ കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം.
കാരണം ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഇവിടെയാണ് 50 ഡിഗ്രി തന്നേക്കണത്. പക്ഷെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് എന്താണ് 200 എന്ന് പറയുന്നത് നേരെ ദേ ഇവിടെ തന്നേക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് ഈ സർക്കിളിന്റെ ഈ വൃത്തത്തിന്റെ എത്ര പാർട്ടാണ് ഈ ചാപത്തിന്റെ നീളം, അല്ലെങ്കിൽ ആ ചാപം, അല്ലെങ്കിൽ ഈ സർക്കിളിന്റെ എത്ര പാർട്ടാണ് ഈ ആർക്ക് എ ബി എന്ന് പറയുന്ന ആർക്ക്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് പകുതി എടുക്കാൻ പറ്റുമോ? 200ന്റെ പകുതി ഇവിടെ 100 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് മൊത്തത്തിൽ എത്രയാണ്? ഈ ആർക്ക് ഇവിടെ നമുക്ക് വന്നേക്കണ ഈ ആർക്ക് നമുക്ക് കിട്ടിയാൽ, ഈ ആംഗിൾ കിട്ടിയാലാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഈ സെൻട്രൽ ആംഗിൾ ഉൾപ്പെടുന്ന, അതായത് ഈ പോയിന്റ് എ ബി എന്ന പോയിന്റ് ഉൾപ്പെടുന്ന സെക്ടർ 2 റേഡിയസും അതിനിടയ്ക്ക് വരുന്ന ആംഗിളുമാണ് വരുന്ന പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോർഷന്റെ ആംഗിൾ കിട്ടിയാലാണ് നമുക്ക് ഈ ആർക്ക് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കി ഇത് മൊത്തത്തിൽ എത്രയാണ് വരുന്നത്? 360 അല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റിനകത്ത് എവിടെയാണ് ആംഗിൾ തരണേ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പോകും. അപ്പൊ ഇവിടെ നോക്കിയേ മക്കളെ, അപ്പൊ ഇതിനകത്ത് എന്താ വരുന്നത്? ഇവിടെ നമ്മൾ വരച്ചു ആർക്ക് റേഡിയസ് എ എന്ന് പറഞ്ഞ പോയിന്റ് ബി, അപ്പൊ നമ്മൾ സി എന്ന് പറഞ്ഞ ഒറിജിൻ വരച്ചു, സെന്റർ വരച്ചു. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 200 തന്നിട്ടുണ്ട്. 200 നമുക്ക് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എവിടെ നിന്ന് കണ്ടുപിടിക്കാം? 360 നമ്മൾ മൊത്തം മെഷർമെന്റ് 360 മൈനസ് 200, അപ്പൊ നമുക്ക് ഈ ആംഗിൾ 160 കിട്ടും. അപ്പൊ അതെ, ഇനി ഈ ആർക്കിൽ എന്ത് കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ? അല്ല, എന്ത് കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ? ആ പാട്ട് സർക്കിളിന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. നമ്മുടെ ഫോർമുല എന്നാ? സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു 360 ഇൻറ്റു പാർട്ടിന് നമ്മൾ എൽ എന്ന് കൊടുത്തു. അപ്പൊ എൽ ഇസ് ഈക്വൽ ടു സി എ ഡിവൈഡഡ് ബൈ 360 വരും. സെൻട്രൽ ആംഗിൾ എത്രയാ? 160. അപ്പൊ 160 ഡിവൈഡഡ് ബൈ 360 വരും. 0 വെട്ടിപ്പോവും. അപ്പൊ 16ന്റെ പകുതി എടുത്താൽ 8 വരും. 36ന്റെ പകുതി എടുത്താൽ 18 വരും. വീണ്ടും വേണേ നമുക്ക് അതിന്റെ പകുതി എടുക്കാം. 8ന്റെ പകുതി 4 വരും. 18ന്റെ പകുതി 9. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് 4/9 ആയിരിക്കും. നമുക്ക് ഈ ആർക്ക്, ഈ സർക്കിളിന്റെ 4/9 പാർട്ടായിരിക്കും വരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ആംഗിൾ എവിടെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കി കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി ചെയ്യുക. സെയിം ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ആംഗിൾ നമുക്ക് 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ലെന്ത് എല്ല് കണ്ടുപിടിക്കുക, ഒരു ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത് നമുക്ക് ഈ ഒരു സർക്കിളിനകത്ത് സെൻട്രൽ ആംഗിളിനകത്ത് ഈ ഒരു ആംഗിളാണ് 300 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ബി വരച്ചിട്ട് ഈ ആർക്ക് ലെന്ത് എല്ല് കണ്ടുപിടിക്കുക. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക.